السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا ونصلي ونسلم على حبيبه سيدنا محمد وعلى آله وصحبه أجمعين أما بعد. يقول الله جل في علاه في قرآنه العظيم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. صدق الله مولانا العلي العظيم. وقال رسول الله صلى الله عليه وسلم: الحكمة ضالة المؤمن أنا وجدها فهو أحق بها. وصدق رسوله الكريم صلى الله عليه وسلم. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളെ, വിജ്ഞാന കുതുകികളായ പഠിതാക്കളെ, മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനുഭാവന്റെ വിശ്വപ്രസിദ്ധമായ ആധ്യാത്മ ശാസ്ത്ര കൃതി തസവ്വുഫ് ഗ്രന്ഥം അൽ ഹികമുൽ അതാഇയ്യ എന്ന കിതാബുൽ ഹികം, ആ കിതാബുൽ ഹികമിൻ്റെ പാഠങ്ങൾ, അതിലെ ഹിക്മത്തുകൾ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇന്നിവിടെ ആരംഭം കുറിക്കുന്നത്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ഈ വെള്ളിയാഴ്ച രാവിൽ നമ്മുടെ പഠനയാത്ര, ഒന്നിച്ച് ഉള്ള ഈ അന്വേഷണ യാത്ര സമാരംഭം കുറിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ പഠന ശ്രമം, നമ്മുടെ ഈ സംരംഭം ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു പുണ്യകർമ്മമായി, സുഹൃതമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യാം. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന എന്ന പ്രവാചക വചനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സന്തോഷ വാർത്ത. ഇൽമിന്റെ വഴിയെ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയെ അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും എന്ന് പറഞ്ഞ ആ സന്തോഷ വാർത്ത, അത് നമ്മിലൊക്കെ അള്ളാഹു തആല സഫലമാക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. അപ്പോൾ ഓരോ ഹിക്മത്തുകളും, ഓരോ ക്ലാസ്സിലും നമുക്ക് ഓരോ ഹിക്മത്തുകൾ, 264ഓളം ഹിക്മത്തുകൾ ഈ ബൃഹത് ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഹിക്മത്തുകൾ ഓരോന്നോരോന്നായി നമുക്ക് ഇൻഷാ അല്ലാഹ് ഉരുക്കഴിച്ച് അതിലെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യമായി മനസ്സിലാക്കേണ്ടത് കിതാബുൽ ഹികം പോലെയുള്ള ഒരു പ്രൗഢമായ, ഗഹനമായ ഒരു കൃതി, അത് ദർസ് നടത്താനോ ക്ലാസ് എടുക്കാനോ അപഗ്രഥനം ചെയ്യാനോ അതർഹിക്കുന്ന വിധത്തിൽ അതിനെ വ്യാഖ്യാനം ചെയ്യാനോ ഒന്നുമുള്ള ത്രാണിയും കെൽപ്പും അർഹതയും ഒരർത്ഥത്തിലും ഈ ഉള്ളവനില്ല. എന്നാലും പല ആളുകളും പലപ്പോഴും കിതാബുൽ ഹികം എന്താണ്, കിതാബുൽ ഹികമിന്റെ പ്രതിപാദ്യ വിഷയം എന്താണ് എന്ന് കൗതുകപ്പെടാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. നമ്മളും ആ അന്വേഷകരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ കിതാബുൽ ഹികമിൽ പറഞ്ഞിരിക്കുന്ന ഹിക്മത്തുകൾ എന്താണെന്നുള്ള ചെറിയ ഒരു അന്വേഷണം, അത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം, അതാണ് ഇവിടെ നടത്തുന്നത്. കിതാബുൽ ഹികമിന്റെ ഗൗരവവും അതിന്റെ ഹൈബത്തും അതിന്റെ മഹത്വവും അതിന്റെ ഗരിമയും ശരിയാവണ്ണം ഉൾക്കൊണ്ടുകൊണ്ടൊന്നും ആവില്ല നമ്മുടെ ഈ ലളിതമായ ശ്രമം എന്ന കൃത്യമായ തിരിച്ചറിവോടുകൂടി തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ഈ ഗ്രന്ഥം, അത് ലോകത്ത് തന്നെ, പണ്ഡിത ലോകത്തിന്റെ മുമ്പിൽ വലിയ ചർച്ചയായ ഗ്രന്ഥമാണ്, ചർച്ചാ വിഷയമായ ഗ്രന്ഥമാണ്. ലോക മുസ്ലിമീങ്ങൾ, വിശിഷ്യ മുസ്ലിം പണ്ഡിത ലോകം കിതാബുൽ ഹികമിന് എത്രത്തോളം വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഗ്രന്ഥത്തിന് എഴുതപ്പെട്ട ഷറഹുകളുടെ എണ്ണം മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. നമുക്ക് കാണാൻ കഴിയും 41ഓളം ഷറഹുകൾ അറബി ഭാഷയിൽ മാത്രം ഈ ഗ്രന്ഥത്തിനായി എഴുതപ്പെട്ടിട്ടുണ്ട്, പല നൂറ്റാണ്ടുകളിലായി. ഈ ഗ്രന്ഥം എഴുതപ്പെട്ട ഹിജ്റ 8-ാം നൂറ്റാണ്ട് തൊട്ട് നാം ഇപ്പോൾ നിലകൊള്ളുന്ന ഹിജ്റ 14-ാം നൂറ്റാണ്ട് വരെയുള്ള, 15-ാം നൂറ്റാണ്ട് വരെയുള്ള, ഇത് ഹിജ്റ 15-ാം നൂറ്റാണ്ടാണ്, 15-ാം നൂറ്റാണ്ട് വരെയുള്ള ഈ ശതകങ്ങളിലായി 41ഓളം ഷറഹുകൾ പ്രസിദ്ധമായത് തന്നെയുണ്ട്. ഈ 41ഓളം ഷറഹുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത,
ഇതിനകത്ത് ഒരു ഷറഹ്, ഈ 41 മഹാനായ ഇമാം അഹ്മദ് സറൂഖ് എന്ന് പറഞ്ഞ മഹാപണ്ഡിതൻ, മാലിക്കി മദ്ഹബിലെ പ്രശസ്ത പണ്ഡിതനായിരുന്ന, മൊറോക്കോ സ്വദേശിയായിരുന്ന ആ മഹാൻ, അദ്ദേഹം മാത്രം കിതാബുൽ ഹിക്കമിന് 37 ഷറഹുകൾ എഴുതിയിട്ടുണ്ട്. ആ 37 എന്നത് ഈ 41 എന്ന കണക്കിൽ ഉൾപ്പെടുത്തണ്ട, മറിച്ച് 41-ൽ 1 മാത്രമായിട്ട് ഉൾക്കൊള്ളിച്ചാൽ തന്നെ ഈ 41 ഷറഹുകൾ ലോകത്ത് കിതാബുൽ ഹിക്കമിന് എഴുതപ്പെട്ടതിൽ മഹാനായ അഹ്മദ് സറൂഖ് തങ്ങളുടെ ഷറഹിനെ നമ്മൾ ഒരു ഷറഹായിട്ടാണ് പരിഗണിക്കുന്നത്. എന്നാൽ തന്നെ 41 ഉണ്ട്. ഇമാം അഹ്മദ് സറൂഖ് റഹിമഹുല്ല കിതാബുൽ ഹിക്കമിന് 36 എന്ന് ചിലയിടങ്ങളിൽ കാണുന്നു, 37, 30-ലേറെ എന്ന് എല്ലാ ഇടങ്ങളിലും കാണുന്നു, ഇതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ. അപ്പോൾ 36 അല്ലെങ്കിൽ 37ഓളം ഷറഹുകൾ അഹ്മദ് സറൂഖ് എന്ന മഹാൻ മാത്രം എഴുതിയതിന് ഒറ്റ ഷറഹായിട്ട് പരിഗണിച്ചാൽ തന്നെ 41 ഷറഹുകൾ ഈ ഈ മഹർ ഗ്രന്ഥത്തിന് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നത് ഈ ഗ്രന്ഥത്തിന്റെ ഗരിമ, അതിന്റെ മഹത്വം വിളിച്ചോതുന്നു. അതുപോലെ പല ഭാഷകളിലായി, അറബി ഭാഷയിൽ മാത്രമല്ല, ഇംഗ്ലീഷ് ഭാഷയിൽ, സ്പാനിഷ് ഭാഷയിൽ, മലയ ഭാഷയിൽ, ടർക്കി ഭാഷയിൽ, അതുപോലെ നമ്മുടെ മലയാള ഭാഷയിലും കിതാബുൽ ഹിക്കമിന് ഒട്ടേറെ വ്യാഖ്യാന കൃതികളും കിതാബുൽ ഹിക്കമിനെ ഉപജീവനം ചെയ്തുകൊണ്ടുള്ള ഒട്ടേറെ ഗ്രന്ഥങ്ങളും ഇറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് മാത്രമല്ല, കിതാബുൽ ഹിക്കമിലെ ഹിക്കമുകൾ നമ്പർ ഇട്ടതിനെ കുറിച്ച് പോലും അതുമാത്രം വിഷയീഭവിച്ചുകൊണ്ട് കിതാബ് തർഖീബ് ഫി കിതാബുൽ ഹിക്കം എന്നോ മറ്റോ പറഞ്ഞുകൊണ്ടുള്ള, കിതാബിന്റെ കൃത്യമായ പേര് അല്ല ഞാൻ ഈ പറയുന്നത്, ഏതാണ്ട് തർഖീബ് ഫി കിതാബുൽ ഹിക്കം, കിതാബുൽ ഹിക്കം എന്ന ഈ ഗ്രന്ഥത്തിൽ ഹിക്കമുൽ അത്വാഇയ്യയിൽ ഹിക്മത്തുകളെ നമ്പർ ഇട്ടതിന്റെ പിന്നിലുള്ള ഓരോ ഹിക്മത്തും ഇങ്ങനെ നമ്പർ ഇട്ട് ഓർമ്മപ്പെടുത്തിയതാണ്. അതിലുള്ള പാഠങ്ങൾ, അതിലുള്ള ശ്രദ്ധേയമായ വശങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രം ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കിതാബുൽ ഹിക്കം പദ്യവൽക്കരിച്ചും 5ഓളം കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. കിതാബുൽ ഹിക്കമിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറബി പദ്യങ്ങളായി, കവിതയായി രചിക്കപ്പെട്ടത്, അങ്ങനെയും ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. 5ഓളം കൃതികൾ പല നൂറ്റാണ്ടുകളിലായി, പല രാജ്യക്കാരായി, പല സ്വദേശങ്ങളിൽ നിന്നുള്ള, പല ദേശങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ ഇങ്ങനെ പദ്യവൽക്കരിച്ചുകൊണ്ടും കിതാബുൽ ഹിക്കമിന് ഖിദ്മത്തുകൾ എടുത്തത് കാണാൻ കഴിയും. ഈ ഗ്രന്ഥത്തിന്റെ മഹത്വം ഉൾക്കൊള്ളാനാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ പാശ്ചാത്യ ലോകത്ത്, യൂറോപ്യൻ, അമേരിക്കൻ വൻകരകളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട, അക്കാദമിക് തലങ്ങളിൽ തന്നെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥം കൂടിയാണ് കിതാബുൽ ഹിക്കം. ഒരു പ്രഗത്ഭനായ സ്പാനിഷ് ഫിലോസഫർ, അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധം തന്നെ കിതാബുൽ ഹിക്കമായിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് PhD നേടുന്നതിന് ഒരു പ്രശസ്തനായ അമേരിക്കൻ ഫിലോസഫർ അദ്ദേഹത്തിന്റെ തിസീസ് ആയി, അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധത്തിന്റെ വിഷയമായി തിരഞ്ഞെടുത്തതും കിതാബുൽ ഹിക്കം ആയിരുന്നു. ഈ കാര്യം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ആർതർ ആർബറി എന്ന പ്രശസ്തനായ ഓറിയന്റലിസ്റ്റ് പണ്ഡിതൻ, അദ്ദേഹം കിതാബുൽ ഹിക്കമിന്റെ ഒരു ട്രാൻസ്ലേഷനും ഇംഗ്ലീഷ് പരിഭാഷയും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച സ്പാനിഷ് ഫിലോസഫർ മിഗുവൽ ആസിയോ പലാഷിയോ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഫിലോസഫർ കിതാബുൽ ഹിക്കം സ്പാനിഷ് ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം പറഞ്ഞ ആർതർ ജോൺ ആർബറി എന്ന ബ്രിട്ടീഷ് പണ്ഡിതൻ, ബ്രിട്ടീഷ് എഴുത്തുകാരൻ, ഫിലോസഫർ, 1969 മരണപ്പെട്ട ഫിലോസഫറാണ്. അദ്ദേഹം ജീവിച്ച ഒരു കാലഘട്ടം സൂചിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. അതുപോലെ മിഗുവൽ ആസിൻ പലേഷ്യസ് എന്ന സ്പാനിഷ് പണ്ഡിതൻ 1944 മരണപ്പെട്ട ഒരു ഫിലോസഫറാണ്. അങ്ങനെ ഞാൻ സൂചിപ്പിച്ചത് ഉദാഹരണമായി സൂചിപ്പിച്ചെന്ന് മാത്രം. യൂറോപ്യൻ ലോകത്ത്, അമേരിക്കൻ ലോകത്ത്, യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒട്ടേറെ ഫിലോസഫേഴ്സിന് ഇഷ്ട വിഷയമായിരുന്നിട്ടുണ്ട് ഈ കിതാബുൽ ഹിക്കം. ഇസ്ലാമിക ലോകത്ത്, പണ്ഡിത ലോകത്ത് കിതാബുൽ ഹിക്കം ചർച്ച ചെയ്യപ്പെട്ടതിന് പുറമെ ദൈക്ഷണിക ലോകത്ത് കിതാബുൽ ഹിക്കം ഉണ്ടാക്കിയ ഓളങ്ങൾ, ചിന്താലോകത്ത് കിതാബുൽ ഹിക്കം ഉണ്ടാക്കിയ വിപ്ലവകരമായ ആന്തോളനങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഗ്രന്ഥപരിചയത്തിന്റെ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്.
കിതാബുൽ ഹൈക്കമിനെ പറ്റി പറയുമ്പോൾ പൊതുവെ ഏതൊരു ഗ്രന്ഥത്തെക്കുറിച്ച് പറയുമ്പോഴും ആ ഗ്രന്ഥം രചിച്ച വ്യക്തി, അതിൻ്റെ രചയിതാവ് ആരായിരുന്നു എന്ന അന്വേഷണമാണ്, എന്ന പഠനമാണ് ആമുഖമായി നമ്മൾ പഠിക്കാറ്. ഇവിടെയും നമ്മൾ ഈ മുസന്നിഫിനെ ആദ്യം പരിചയപ്പെടാം. മുസന്നഫിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മുസന്നിഫ്, അതുപോലെ മുസന്നഫ്, ഇതാണ് ഈ രണ്ടെണ്ണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മുസന്നിഫ് എന്ന് പറഞ്ഞ ഗ്രന്ഥ രചയിതാവ്, ഇതിൻ്റെ ഓതർ, അദ്ദേഹത്തെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹം ജീവിച്ച കാലഘട്ടം, അതുപോലെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ മഹത്വം, അദ്ദേഹത്തിൻ്റെ ഗുരുവര്യർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ എന്നിങ്ങനെ തുടങ്ങിയുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ആ വ്യക്തിത്വത്തെ നമുക്ക് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ മുസന്നഫ് അഥവാ ഈ ഗ്രന്ഥം, അതിൻ്റെ മഹത്വം എന്താണ്, അതിൻ്റെ ശൈലി എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന കാര്യങ്ങളിലേക്കും നമുക്ക് പോകാം. ആദ്യമായി മുസന്നിഫിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ നാമം അഹ്മദ് ഇബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം എന്നാണ്. പരമ്പരകൾ അങ്ങോട്ട് പോവുകയാണ്. ആ പരമ്പരയിലുള്ള മുഴുവൻ പ്രപിതാക്കളെയും നമ്മളിവിടെ പേരെടുത്ത് പറയുന്നില്ല, വളരെ ദീർഘമായി പോകും ആ പേര്. സ്വാഭാവികമായും അറബികൾ പേര് പറയുമ്പോൾ വ്യക്തിയുടെ പേരും പിതാവിൻ്റെ പേരും പ്രപിതാവിൻ്റെ പേര്, ഇത് മൂന്നും ചേർത്തുകൊണ്ടാണ് ഒരു ഇസ്മുൽ കാമിൽ, ഏതാണ്ട് ഒരു പൂർണ്ണനാമം എന്ന അർത്ഥത്തിൽ ഇങ്ങനെ പറയാറ്. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് സംക്ഷിപ്തമായി അദ്ദേഹത്തിൻ്റെയും പ്രപിതാക്കളുടെയും പേരുകൾ ചേർത്തുകൊണ്ട് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയാം: അഹ്മദ് ഇബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം. അദ്ദേഹത്തിന് ഇസ്മു ഷുഹ്റ അഥവാ അദ്ദേഹത്തിന് പ്രസിദ്ധമായ പേര് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്നാണ്. അതാഉല്ല എന്നത് അദ്ദേഹത്തിൻ്റെ പ്രപിതാക്കളിൽ വളരെ മഹാനായ ഒരു പ്രപിതാവിൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വല്ലിപ്പമാരിൽ പെട്ട ഒരു വലിയ കാര്യമായ ഒരു മഹാനായ വല്ലിപ്പാന്റെ പേരാണ് അതാഉല്ല. ഇപ്പം നമ്മളെ ഷാഫിഈ ഇമാമിനെ ഷാഫിഈ എന്ന് പറയാറുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രപിതാക്കളിൽ അജ്ദാദിൻ്റെ കൂട്ടത്തിൽ ഷാഫിഈ എന്ന പേരിലുള്ള ഒരു ജദ്ദുണ്ട്. അതുകൊണ്ടാണ് ഷാഫിഈ ഇമാമിനെ ആ ജദ്ദിലേക്ക് ചേർത്തിയിട്ട്, ആ വല്ലിപ്പയിലേക്ക് ചേർത്തിയിട്ടാണ് ഷാഫിഈ എന്ന് പറയാറ് എന്ന് നമുക്കറിയാം. അതുപോലെ മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയുടെ അജ്ദാദിൻ്റെ കൂട്ടത്തിൽ, വല്ലിപ്പമാരുടെ കൂട്ടത്തിൽ അതാഉല്ല എന്ന് പറഞ്ഞ ഒരു മഹാൻ ജീവിച്ചിരുന്നു. ആ അതാഉല്ലാഹിയിലേക്ക് ചേർത്താണ് അദ്ദേഹത്തിന് ഇബ്നു അതാഇല്ല എന്ന പേര് വന്നത് എന്ന് ചുരുക്കം. പിന്നെ അദ്ദേഹത്തിൻ്റെ നാമത്തിലുള്ള സിക്കന്ദരി എന്ന ആ ഒരു നിസ്ബ അല്ലെങ്കിൽ ആ ഒരു നാമഭാഗമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈജിപ്തിലെ അലക്സാൻഡ്രിയ വളരെ പ്രശസ്തമായൊരു നഗരമാണ്, പുരാതന നഗരമാണ്. ഇന്നത് ടൂറിസത്തിൻ്റെ പേരിലും അതുപോലെ എന്റർടൈൻമെന്റ് പേരിലും അതുപോലെ വിനോദയാത്രാ സങ്കേതമായതിൻ്റെ പേരിലുമൊക്കെയാണ് ഇന്ന് അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ഭൂപടത്തിൽ അലക്സാൻഡ്രിയ സ്ഥാനം പിടിച്ചതെങ്കിൽ ശതകങ്ങളോളം വൈജ്ഞാനിക ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടായിരുന്നു. ഒട്ടേറെ മഹാന്മാർ, വലിയ വലിയ മഹാന്മാർ, വിശിഷ്യ ആധ്യാത്മ ലോകത്തെ, ആത്മീയ ലോകത്തെ വലിയ നക്ഷത്ര ശോഭയുള്ള മഹാന്മാർ, ഇമാം ഷാദുരി, അതുപോലെ തന്നെ അബുൽ അബ്ബാസുൽ മുർസി, ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തുടങ്ങിയുള്ള ഒട്ടേറെ മഹാന്മാരുടെ ജീവിത യാത്രകൾക്ക് സാക്ഷ്യം വഹിച്ച, അവരുടെ പാദ മുദ്രകൾ പതിഞ്ഞ ഒരു മണ്ണാണ് ഈ അലക്സാൻഡ്രിയ. അലക്സാൻഡ്രിയയിലേക്ക് ചേർത്താണ് അദ്ദേഹം സിക്കന്ദരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി അദ്ദേഹത്തിന് ഇസ്ലാമിക ലോകം, പണ്ഡിത ലോകം ചാർത്തിക്കൊടുത്ത ചില വിശേഷണങ്ങൾ, ചില ലഖബുകൾ, ചില അഭിധാനങ്ങൾ തന്നെ ആ മഹത്വത്തിലേക്കുള്ള സൂചകങ്ങളാണ്. അദ്ദേഹം അൽ ഇമാം, മുഫസ്സിറും മുഹദ്ദിസും ഫഖീഹും മുറബ്ബിയും ഒക്കെയായി അറിയപ്പെടുന്ന ആ മഹാൻ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ലഖബുകളിൽ, സ്ഥാനപ്പേരുകളിൽ ചിലതാണ് താജുദ്ദീൻ, തർജുമാനുൽ ആരിഫീൻ, ലിസാനുസ് സ്വാദിഖീൻ, ഖുതുബുൽ ആരിഫീൻ, മുർഷിദുൽ ആബിദീൻ തുടങ്ങിയുള്ള നാമങ്ങൾ, ചിലത് മാത്രം. താജുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ കിരീടം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ദീനിന്റെ കിരീടമായിരുന്നു അദ്ദേഹം. തർജുമാനുൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ വിവർത്തകൻ എന്ന് പറഞ്ഞാൽ ആരിഫീങ്ങൾക്ക് കാര്യങ്ങളൊക്കെ, ആരിഫീങ്ങളെ കുറിച്ച്, ആരിഫീങ്ങളുടെ വക്താവ് എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാം. ആരിഫീങ്ങളുടെ ദ്വിഭാഷി എന്ന് പറഞ്ഞാൽ ആരിഫീങ്ങൾ ലോകത്തോട് സംവദിച്ചത് ഇദ്ദേഹത്തെ മാധ്യമമാക്കിയായിരുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ലോകത്തോട് ആരിഫീങ്ങൾ സംവദിച്ച ഒരു നാവായിരുന്നു അദ്ദേഹം. ആരിഫീങ്ങളുടെ ഒരു സ്പോക്സ്മാൻ ആയിരുന്നു അദ്ദേഹം, സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു അദ്ദേഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിവക്ഷിക്കാം. അതുപോലെ ലിസാനുസ് സ്വാദിഖീൻ, സത്യസന്ധർ,
ആത്മീയ ലോകത്തിന്റെ ആത്മീയ ലോകത്തെ മഹാന്മാർക്കുള്ള വിശേഷണമാണല്ലോ സ്വാദിഖീങ്ങൾ. ആ സ്വാദിഖീങ്ങളുടെ നാവ്, നേരത്തെ പറഞ്ഞതുപോലെ വക്താവ് എന്നർത്ഥം. ഖുതുബുൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ അച്യുതണ്ട് ഖുതുബ്. മുർഷിദുൽ ആബിദീൻ, ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളുടെ, സാലിഹീങ്ങളുടെ, വാസുലീങ്ങളുടെ മാർഗദർശകൻ, മുർഷിദ് തുടങ്ങിയുള്ള പല വിശേഷണങ്ങളും. മുർഷിദുൽ വാസുലീൻ, മുർഷിദുൽ സാലിഖീൻ, മുർഷിദുൽ ആബിദീൻ തുടങ്ങിയുള്ള വിശേഷണങ്ങളൊക്കെ ഇതെല്ലാം അദ്ദേഹത്തിന്റെ അർഹതക്കുള്ള അംഗീകാരങ്ങൾ തന്നെയായി മുസ്ലിം പണ്ഡിത ലോകം അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെക്കുറിച്ച് പല കാലങ്ങളിൽ ജീവിച്ച വലിയ വലിയ മഹാന്മാർ, ഇസ്ലാമിക ലോകത്തെ വലിയ പണ്ഡിത പ്രതിഭകൾ പരിചയപ്പെടുത്തിയ ചില വാക്കുകൾ മാത്രം മതി ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയുടെ ആ വ്യക്തിത്വത്തിന്റെ മഹാത്മ്യം, വൈശിഷ്ട്യം നമുക്ക് മനസ്സിലാക്കാൻ. ഉദാഹരണത്തിന് 1-2 വാക്കുകൾ മാത്രം നമ്മൾ ഈ അവസരം ഉദ്ധരിക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അജീബ എന്ന് പറയപ്പെടുന്ന മഹാൻ, അദ്ദേഹം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഉജൂബത്തു സമാനിഹി വനുഖ്ബത്തു അസ്രിഹി വ അവാനിഹി എന്ന. താൻ ജീവിച്ച കാലഘട്ടത്തിന്റെ മഹാത്ഭുതമായിരുന്നു ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി എന്ന് ഈ പറഞ്ഞതിനർത്ഥം. വനുഖ്ബത്തു അസ്രിഹി വ അവാനിഹി, ആ കാലഘട്ടം, ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ജീവിച്ച ആ യുഗത്തിലെ, ആ കാലഘട്ടത്തിലെ കടഞ്ഞെടുക്കപ്പെട്ട ഒരു സത്തായിരുന്നു, ഒരു മഹാനായിരുന്നു എന്നർത്ഥം. ഇങ്ങനെ ഒരുപാട് മഹാന്മാർ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ മഹത്വം എടുത്തു പറഞ്ഞത്, വിശേഷിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇമാം ഇബ്നു അബ്ബാദ് എന്ന മഹാൻ, ഒട്ടേറെ കൃതികളുടെ രചയിതാവ് കൂടിയായ, ആത്മീയ ലോകത്തെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മഹൽ വ്യക്തിത്വം ഇബ്നു അബ്ബാദ്, മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയെ വിശേഷിപ്പിക്കുന്നത് ഹുവൽ ഇമാമുൽ മുഹഖിഖുൽ വലിയ്യുർ റബ്ബാനി ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി എന്ന വിശേഷണങ്ങളോടെയാണ്. അതുപോലെ ഇമാം അഹ്മദു സറൂഖ്, നേരത്തെ ഞാൻ പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന അഹ്മദു സറൂഖ്, നേരത്തെ സൂചിപ്പിച്ചല്ലോ ആമുഖത്തിന്റെ ഏറ്റവും ആദ്യത്തെ വോയിസിൽ തന്നെ. അഥവാ കിതാബുൽ ഹൈക്കമിന് 37ഓളം ഷറഹുകൾ അദ്ദേഹം മാത്രം എഴുതിയിട്ടുണ്ട്. അഹ്മദു സറൂഖ് ഒരു വലിയ പണ്ഡിതനാണ്, മൊറോക്കോക്കാരനായ. അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞത് കാന ആലിമൻ ആമിലൻ ആരിഫൻ മുഹഖിഖൻ കാമില എന്നാണ്. വലിയ ആലിമും ആമിലും, അഥവാ ഇൽമും ആ ഇൽമിനൊത്ത അമലുമുള്ള വലിയ ആരിഫായ, മാരിഫത്തിന്റെ ഉടമയായ, അതുപോലെ മുഹഖിഖായ, തഹ്ഖീഖുകളുള്ള കാമിലായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ആത്മീയ ലോകത്തുള്ള ഒരുപാട് വലിയ വിശേഷണങ്ങളാണ് ഇതൊക്കെ. ഇമാം ദഹബി തങ്ങൾ, മഹാനായ അല്ലാമ ഇമാം ദഹബി, ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ഇമാം ദഹബി, അദ്ദേഹവും ഇങ്ങനെ ഒരുപാട് വലിയ വിശേഷണങ്ങൾ, വലിയ മദ്ഹുകൾ, പ്രശംസകൾ, അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങളൊക്കെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾക്കും അദ്ദേഹത്തിന്റെ ഗ്രന്ഥരചനകൾക്കും അദ്ദേഹത്തിന്റെ ആ പ്രതിഭാവിലാസത്തിനും ചാർത്തിക്കൊടുത്തതും വളരെ ശ്രദ്ധേയമാണ്. ഇനി നമുക്ക് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ല ജീവിച്ച ആ ഒരു കാലഘട്ടം ഏതാണെന്ന് ചരിത്രത്തിലൊന്ന് അടയാളപ്പെടുത്താം, അല്ലെങ്കിൽ മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ ജന്മം പ്രബല പക്ഷപ്രകാരം ഹിജ്റ വർഷം 658, 658. അദ്ദേഹത്തിന്റെ വഫാത്ത് ഹിജ്റ വർഷം 709. ഈ കണക്കു പ്രകാരം അദ്ദേഹം ലോകത്ത് ജീവിച്ചത് 51 വയസ്സ് മാത്രമാണ്. 51 വർഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ ആയുഷ്കാലം. പക്ഷേ ആ മഹാൻ അദ്ദേഹത്തിന്റെ ഒരു പുരുഷായുസ്സിൽ, അദ്ദേഹത്തിന്റെ ആ ജീവിതകാലത്ത് ചെയ്തു വച്ച വലിയ വലിയ വൈജ്ഞാനിക സേവനങ്ങൾ, ഗ്രന്ഥങ്ങൾ, കിതാബുകൾ, ഗഹനമായ ആ ഗ്രന്ഥങ്ങൾ, ആ വൈജ്ഞാനിക യാത്ര, അത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വെറും 51 വയസ്സ് മാത്രം ജീവിച്ച ഈ മഹാൻ ഇത്രയും വലിയ വൈജ്ഞാനിക സേവനങ്ങൾ എങ്ങനെ അദ്ദേഹത്തിന് ഈ താരതമ്യേന ചുരുങ്ങിയ ഈ ആയുഷ്കാലത്തിനകത്ത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്ന് അത്ഭുതത്തോടു കൂടിയല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. വലിയവരൊക്കെ അങ്ങനെയാണ്, ഒരുപാട് മഹാന്മാർ. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല, മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ല, മഹാനായ ഇമാം നബവി റഹിമഹുല്ല, ഈ പറഞ്ഞ മഹാന്മാരൊക്കെ ഈ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലയെ കുറിച്ച് പറഞ്ഞ പോലെ വളരെ ചുരുങ്ങിയ ആയുഷ്കാലങ്ങളാണ് നമ്മുടെ ഇതൊക്കെ കണക്ക് പ്രകാരം. ചുരുങ്ങിയ എന്ന് പറയുമ്പോൾ താരതമ്യേന 70, 80, 90, 100 ഒക്കെ വയസ്സ് ജീവിച്ചവരല്ല ഇവരൊക്കെ. 50, 60കൾക്കിപ്പുറമാണ് ഇവർ സമയതീരത്തിനപ്പുറത്തേക്ക് കടന്നുപോയത്. അവർക്ക് നൽകപ്പെട്ട അജലുകൾ വളരെ പരിമിതമാണ് നമ്മുടെ കണക്കിൽ. പക്ഷേ ആ അജലുകൾക്കകത്ത് അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളോ പല ശതകങ്ങൾ, പല നൂറ്റാണ്ടുകൾ എടുത്താൽ പോലും പലർക്കും ചെയ്തു തീർക്കാൻ സാധിക്കാത്തയത്ര
മഹിതമായ സേവനങ്ങൾ പരിശുദ്ധ ദീനിന്, ആത്മീയ ലോകത്തിന്, പണ്ഡിത ലോകത്തിന്, എൽമിന് സമർപ്പിച്ചുകൊണ്ടാണ് അവർ കടന്നുപോയത് എന്ന് കാണാൻ കഴിയും. നേരത്തെ 37ഓളം ഷറഹുകൾ കിതാബുൽ ഹൈക്കമിന് മാത്രം രചിച്ച ഇമാം അഹ്മദ് സറൂഖി എന്ന മൊറോക്കോ പണ്ഡിതനെ കുറിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹത്തെക്കുറിച്ചും ശ്രദ്ധിക്കപ്പെടാവുന്ന ശ്രദ്ധേയമായൊരു വസ്തുത, അദ്ദേഹം ജീവിച്ചതും 53 വയസ്സ് മാത്രമാണ്. ഇമാം സറൂഖ് 53 വയസ്സ് ജീവിച്ച ഒരു മഹാനാണ്. കിതാബുൽ ഹിക്കമിന് മാത്രം 37ഓളം ഷറഹ് എഴുതിയത്. എന്നാൽ അദ്ദേഹം ഈ കിതാബ് ഷറഹിന്റെ വ്യാഖ്യാനങ്ങൾ മാത്രമാണോ എഴുതിയത്? ഒരിക്കലുമല്ല. ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഫിഖ്ഹിലും തസവ്വുഫിലും ഹദീസിലും ഉസൂലുൽ ഹദീസിലും ഉസൂലുൽ ഫിഖ്ഹിലും ഇങ്ങനെ വിശുദ്ധ ഇസ്ലാമിന്റെ വൈജ്ഞാനികമായ മേഖലകൾ ഏതൊക്കെയുണ്ടോ അതിലൊക്കെയും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വലിയ മഹാനാണ്, എഴുത്തുകാരനാണ്, ഗ്രന്ഥരചയിതാവാണ്, ഒട്ടേറെ ഗ്രന്ഥങ്ങൾ രചിച്ച മുഅല്ലിഫാണ്. ആ മഹാൻ ജീവിച്ചത് 53 വയസ്സുകാലം മാത്രമാണ്. ഈ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ചുരുങ്ങിയ രീതിയിൽ ആനുഷംഗികമായി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം, സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. വലിയ മഹാന്മാർക്കൊക്കെ അവരുടെ സമയങ്ങളിൽ, അവരുടെ ആയുസ്സുകളിൽ അവർക്ക് നൽകപ്പെട്ട ദിവ്യമായ ഒരു സഹായം, അള്ളാഹുവിന്റെ മഹത്തായ ഒരു മദദ്, അവരുടെ സമയങ്ങളിലുള്ള ഒരു ബറക്കത്ത്, തൊയ്യുൽ ഔഖാത്ത് എന്നൊക്കെ വിളിക്കപ്പെടാവുന്ന ഒരു ബറക്കത്താണ്, അല്ലെങ്കിൽ ഒരു മഹത്വമാണ് ഈ കാര്യങ്ങളിൽ നമ്മൾ തെളിഞ്ഞു കാണുന്നത്. മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ല അവരുടെ വ്യക്തിപരിചയത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നതിൽ, രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു മഹാനാണ് അബുൽ അബ്ബാസ് അൽ മുർസി. അബുൽ അബ്ബാസ് അൽ മുർസി എന്ന് പറഞ്ഞ ഒരു ഇതിഹാസ പുരുഷനാണ്. ആത്മീയ ലോകത്തെ വലിയ ഒരു ജ്യോതിർഗോളം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വലിയ ഒരു പണ്ഡിതനായിരുന്നു അബുൽ അബ്ബാസ് അൽ മുർസി. ഈ അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളെ ഹിജറ 1674, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിജറ വർഷം 658 അദ്ദേഹത്തിന്റെ ജന്മം എന്ന് പറഞ്ഞല്ലോ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി. ആ കണക്കനുസരിച്ച് ഹിജറ 674 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 16 വയസ്സെങ്ങാണ്ട് പ്രായം. ആ ചെറുപ്രായത്തിൽ 16 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ടീനേജ് പ്രായമാണ്, കളിക്കുട്ടി കൗമാരപ്രായമാണ്. എന്നാൽ ആ പ്രായത്തിലാണ് അബുൽ അബ്ബാസ് അൽ മുർസി എന്ന മഹാനുമായി സന്ധിക്കാൻ, ഇടപഴകാനുള്ള അവസരം കിട്ടുന്നത് നമ്മുടെ സ്മര്യ കഥാപുരുഷന്, അല്ലെങ്കിൽ നമ്മുടെ സ്മര്യാത്മാവിന്, മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾക്ക്. ആ ഒരു സഹവാസം 12 വർഷക്കാലം നീണ്ടു. ഈ ഒരു സഹവാസ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ അബുൽ അബ്ബാസ് അൽ മുർസി എന്ന ഗുരുവര്യർ അദ്ദേഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൽ ആത്മീയമായ വലിയ വളർച്ചയും ആത്മീയമായ വലിയ ഒരു ഉത്ഥാനവും സാധിച്ചെടുത്തു. അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുപോയി, തെർബിയത്ത് എന്ന് പറയും, അദ്ദേഹത്തെ വളർത്തി ആത്മീയ ലോകത്ത് വലിയ ഒരു ഷെയ്ഖായി, ഒരു മഹാനായി കൊണ്ടുവന്നു. ഈ അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളാവട്ടെ അദ്ദേഹത്തിന്റെ ഗുരുവര്യരാണ് അബുൽ ഹസൻ ഷാദുലി. ഷാദുലി ഇമാമിനെ കേൾക്കാത്തവരാരുമില്ലല്ലോ. അബ്ദുസ്സലാം അൽ മുശൈഷ് എന്ന് പറഞ്ഞ മഹാന്റെ ആത്മീയ ലോകത്ത് ചെറിയൊരു പരിചയത്തിന് വേണ്ടി പറയാം. അബ്ദുസ്സലാം അൽ മുശൈഷ് എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ ആത്മീയ ലോകത്തെ വളരെ വലിയ മഹാനായിരുന്ന അബ്ദുസ്സലാം ഇബ്നു മുശൈഷ്, അവരുടെ ശിഷ്യനാണ് അബുൽ ഹസൻ ഷാദുലി. ഈ അബുൽ ഹസൻ ഷാദുലിയുടെ ശിഷ്യരാണ് അബുൽ അബ്ബാസ് അൽ മുർസി. ഈ അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളുടെ ശിഷ്യരാണ് നമ്മുടെ കഥാപുരുഷൻ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ. മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തന്നെ പലയിടത്തും പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ആത്മീയതയോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അറിവിനോട്, അതുപോലെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളോട് ഒക്കെ വലിയ താല്പര്യമായിരുന്നു, അഭിനിവേശമായിരുന്നു. പക്ഷേ ഈ ആത്മീയമായ വിജ്ഞാനങ്ങളിൽ തസവ്വുഫ് അദ്ദേഹത്തിന് വേണ്ടത്ര ബോധിച്ചിരുന്നില്ല. ആദ്യം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രായത്തിൻ്റെതാവാം. എന്നാൽ പിന്നീട് മഹാനായ അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളുമായി സന്ധിച്ച ശേഷമാണ്, അലക്സാൻഡ്രിയയിൽ വെച്ച് തന്നെ, അബുൽ അബ്ബാസ് അൽ മുർസി അലക്സാൻഡ്രിയയിലേക്ക് കുടിയേറി പാർത്ത ആളാണ്. അബുൽ അബ്ബാസ് അൽ മുർസി എന്ന് പറഞ്ഞത്, മുർസിയ എന്ന് പറഞ്ഞത് ആ സ്ഥലം അന്തലുസിലാണ്, സ്പെയിനിലാണ്. മുസ്ലിം സ്പെയിനിൽ അന്തലുസ് എന്നാണല്ലോ പറയാം. ആ അന്തലുസിൽ ജനിച്ച, അവിടെ മുർസിയ എന്ന് പറയുന്ന ഒരു ഗ്രാമം, നഗരം, പൗരാണിക നഗരം, ആ പുരാനഗരത്തിൽ ജനിച്ചവരാണ് അബുൽ അബ്ബാസ് അൽ മുർസി. മുർസിയ എന്ന ആ പ്രദേശത്തേക്ക് ചേർത്താണ് അദ്ദേഹത്തിന് മുർസി എന്ന് പറയുന്നത്. അദ്ദേഹം പിന്നീട് ടുണീഷ്യയിലേക്ക് യാത്ര പോയി, തൂനിസിലേക്ക്. തൂനിസിൽ നിന്ന് അദ്ദേഹം പിന്നെ മിസ്റിലേക്ക് പോയി. അങ്ങനെയാണ് മിസ്റിൽ അലക്സാൻഡ്രിയയിൽ വെച്ച് അദ്ദേഹം അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളുടെ അടുക്കൽ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി ശിഷ്യപ്പെടുന്നത്. അങ്ങനെ അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളുമായി സഹവസിച്ച ശേഷം ആത്മീയ വിഷയങ്ങളിൽ വലിയ താല്പര്യമുണ്ടായ അദ്ദേഹം പിന്നെ ആത്മീയ ലോകത്ത്
വെച്ചടി പുരോഗതി കൈവരിച്ചു. അബുൽ അബ്ബാസുൽ മുർസി അദ്ദേഹത്തെ വളർത്തിയെടുത്തു എന്ന് പറയാം. അബുൽ അബ്ബാസുൽ മുർസി വലിയ മതിപ്പോടെ, വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ആളാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി. അള്ളാഹുവിലേക്ക് അദ്ദേഹത്തെ വഴി നടത്തിയത്, മാരിഫത്തിന്റെ വഴികളിലേക്ക് അദ്ദേഹത്തെ വഴി നടത്തിയത് മഹാനായ അബുൽ അബ്ബാസുൽ മുർസി തന്നെയായിരുന്നു. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തന്നെ പലപ്പോഴും സാക്ഷ്യപ്പെടുത്തിയതായി ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അദ്ദേഹം പറയുമായിരുന്നു, കുന്തു അൽഹഖു അലാ നഫ്സി ഫി ഹാദൽ കലാം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു തമാശയായിരുന്നു ഈ വിഷയത്തിൽ. ഏത് വിഷയത്തിൽ എന്ന് വെച്ചാൽ, അദ്ദേഹം ആദ്യകാലത്തിൽ അദ്ദേഹം തസൗഫിനെ കുറിച്ച് വളരെ വികലമായൊരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിന്, യഥാവണ്ണം ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ അബുൽ അബ്ബാസുൽ മുർസി തങ്ങളുമായി ആത്മീയമായ ബന്ധം സ്ഥാപിതമായ ശേഷമാണ് ഇൽമിലും മാരിഫത്തിലും ആത്മീയ വഴികളിലുമൊക്കെ അദ്ദേഹത്തിന് വലിയ പുരോഗതിയും വളരെ ഉത്ഥാനവും വളർച്ചയും ഉണ്ടായത്. അദ്ദേഹത്തോട് അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ വളരെ വാത്സല്യത്തോടെ, വളരെ സ്നേഹത്തോടെ, വളരെ കരുതലോടെ അദ്ദേഹത്തെ വളർത്തിയെടുത്തു അബുൽ അബ്ബാസുൽ മുർസി. ഒരിക്കൽ അബുൽ അബ്ബാസുൽ മുർസി തന്റെ പ്രിയ അരുമ ശിഷ്യനായ നമ്മുടെ കഥാപുരുഷൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളോട് പറഞ്ഞതായിട്ട് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഇൽസംനി ഫവല്ലാഹി ലഇൻ ലസിംതനി ലതകൂനന്ന മുഫ്തിയൻ ഫിൽ മദ്ഹബൈൻ. രണ്ട് മദ്ഹബുകളിൽ നിങ്ങൾ വലിയ മുഫ്തിയാകും, ആളുകൾക്ക് ആശ്രയമാകും, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വിടാതെ പിന്തുടർന്നാൽ എന്ന് പറയുകയുണ്ടായി. രണ്ട് മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐ മദ്ഹബ് അഹ്ലി ശരിയ വ മദ്ഹബി അഹ്ലിൽ ഹഖീഖ. മദ്ഹബ്, രണ്ട് മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ ശരിയാത്തിന്റെ അഥവാ ഉലൂമുല്ലാഹിറ, ശരിയാത്തിന്റെ അറിവുകൾ, ഫിഖ്ഹും മറ്റുള്ള അനുബന്ധമായ വിവരങ്ങളും മറ്റുമൊക്കെ. അതുപോലെ ഉലൂമുൽ ഹഖീഖ, ഇൽമു തസവ്വുഫ്, ആത്മീയമായ അറിവുകൾ, വിജ്ഞാനങ്ങൾ. അങ്ങനെ ഹഖീഖത്തിന്റെയും ശരിയാത്തിന്റെയും അറിവുകളിൽ നിങ്ങൾ വലിയ മഹത്വം, വളരെ വലിയ അവഗാഹവും വളരെ വലിയ ശ്രേഷ്ഠതയും നിങ്ങൾ നേടിയെടുക്കുമെന്ന് ഗുരു അദ്ദേഹത്തിന് ഒരു സന്തോഷ വാർത്തയായി നൽകിയിരുന്നു എന്ന് കാണാൻ കഴിയും. അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയെ കുറിച്ച് പറയുമായിരുന്നു അത്രേ, വല്ലാഹി ലാ യമൂതു ഹാദ ശാബ് ഹത്താ യകൂന ദാഇയൻ ഇലല്ലാഹ് വമൂസിലൻ ഇലൈഹി വല്ലാഹി ലയകൂനന്ന ലഹു ശഅനുൻ അളീം വല്ലാഹി ലയകൂനന്ന ലഹു ശഅനുൻ അളീം വല്ലാഹി ലയകൂനന്ന ലഹു ശഅനുൻ അളീം എന്നിങ്ങനെ 3 തവണ അബുൽ അബ്ബാസുൽ മുർസി തന്റെ അരുമ ശിഷ്യനെ പ്രകീർത്തിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയത് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞതായിട്ട് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ആ പറഞ്ഞതിന് അർത്ഥം ഇതാണ്. അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ പറയാ തന്റെ പ്രിയ ശിഷ്യനെ കുറിച്ച്, വല്ലാഹി ലാ യമൂതു ഹാദ ശാബ്, ഈ ചെറുപ്പക്കാരൻ മരിക്കില്ല, ഹത്താ യകൂന ദാഇയൻ ഇലല്ലാഹി വമൂസിലൻ ഇലൈഹി, അള്ളാഹുവിലേക്കുള്ള ക്ഷണം ചെയ്യുന്ന ആൾ, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ആളും അള്ളാഹുവിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന ആളും, വിളിക്കുക മാത്രമല്ല വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക്, അഥവാ മാരിഫത്തിന്റെ അത്യുന്നതമായ പദങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, എത്തിച്ചു കൊടുക്കുന്ന ആൾ തന്നെയാകും ഈ ചെറുപ്പക്കാരൻ. വല്ലാഹി ലയകൂനന്ന ലഹു ശഅനുൻ അളീം, വളരെ വലിയ മഹത്വം ഈ ചെറുപ്പക്കാരന് ഉണ്ടാവാനിരിക്കുന്നു എന്ന് 12 വർഷത്തോളം തൻ്റെ ഒപ്പം അരുമ ശിഷ്യനായി കൂടിയ ശിഷ്യനെ കുറിച്ച് വളരെ വലിയ മഹാനായ ആത്മീയ ഗുരു അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ ആ ശിഷ്യന്റെ മഹത്വം അതിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേയുള്ളൂ. ഹിജ്റ വർഷം 686 തൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞതോടെ ഷാദുലിയ്യ തരീഖത്തിന്റെ ആ സാരഥ്യം, അതിൻ്റെ ഖിലാഫത്തും അതിൻ്റെ നേതൃത്വവും എല്ലാം മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ കൈവശം വന്നു ചേർന്നു. അതോടുകൂടി ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഷാദുലിയ്യ തരീഖത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തതോടുകൂടി ആ വഴിയിലേക്ക് ജനസഹസ്രങ്ങളുടെ ഒഴുക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും മാർഗദർശനങ്ങളും ശ്രവിച്ചുകൊണ്ട് ജനസഹസ്രങ്ങൾ ആത്മീയ ലോകത്തേക്ക് വന്നു ചേർന്നു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യർ, നമ്മുടെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ സതീർത്ഥ്യർ അബുൽ അബ്ബാസുൽ മുർസി തങ്ങളുടെ ശിഷ്യഗണങ്ങളിൽ മറ്റു ചില മഹാന്മാരുടെ പേരുകൾ കേട്ടാൽ തന്നെ അവരുടെയും ഒക്കെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. മഹാനായ ഇമാം ബൂസീരി, ഖസീദത്തുൽ ബുർദ എഴുതിയ ഇമാം ബൂസീരി തങ്ങൾ, അതുപോലെ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം അൽ അസ്സ് ബിൻ അബ്ദിസ്സലാം, ഇവരൊക്കെയായിരുന്നു ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ സതീർത്ഥ്യർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ. അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾക്കൊപ്പം അറിവ് നുകർന്ന ആത്മീയ ലോകത്തെ സഹപാഠികളായിരുന്നു ഇവരൊക്കെ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ആ സജീവമായ ആ വൈജ്ഞാനിക സപര്യ, ആ സപര്യയിൽ പിറന്ന ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളുടെ പട്ടിക പറയാൻ തന്നെ നമുക്ക് നീണ്ട ഒരു പട്ടികയാണത്. പരിചയത്തിനു വേണ്ടി ഏതാനും കൃതികളുടെ പേരുകൾ മാത്രം പറഞ്ഞു പോകുന്നു.
അഥവാ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ എഴുതിയ അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ അൽ ഖസ്ദുൽ മുജറദ് ഫി മാരിഫത്തിൽ ഇസ്മിൽ മുഫ്രദ്. ഓരോ ഗ്രന്ഥവും അതിന്റെ ഉള്ളടക്കവും മറ്റുമൊന്നും ഇപ്പോൾ പറയുന്നില്ല. കിതാബുൽ ഹിക്കമിന്റെ ചില സഹോദരി ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ, ഒരേ രചയിതാവ് എഴുതിയത് എന്ന അർത്ഥത്തിൽ. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ എഴുതിയ ചില കിതാബുകളുടെ പേരുകൾ മാത്രം പറയാം. മറ്റൊരു ഗ്രന്ഥമാണ് താജുൽ അറൂസുൽ ഹാദി, മറ്റൊന്നാണ് അന്നഫഹാത്തു ഫി തസവ്വുഫ്, മറ്റൊന്ന് തംബീഹ് ഫി തരീഖിൽ ഖൗം, മറ്റൊന്ന് തൻവീറു ഫി ഇസ്ഖാത്തി തദ്ബീർ, മറ്റൊന്ന് റിസാലത്തുൻ ഫി സുലൂക്ക്, മറ്റൊരു കിതാബ് റിസാലത്തുൻ ഫിൽ ഖവാഇദി ദീനിയ, മറ്റൊരു കിതാബ് ഉൻവാനു തൗഫീഖ് ഫി ആദാബി ത്വരീഖ്, മറ്റൊന്ന് ലതായിഫുൽ മിനൻ. അത് വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. മഹാനായ അബുൽ അബ്ബാസുൽ മുർസി തങ്ങളെ കുറിച്ചും ഇമാം അബുൽ ഹസൻ ഷാദുലി തങ്ങളെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന, അവരുടെ മനാഖിബും ഫളായിലും ഒക്കെ പറയുന്ന ഒരു ഗ്രന്ഥമാണ് ലതായിഫുൽ മിനൻ. ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ ഈ ഗ്രന്ഥത്തിന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഗ്രന്ഥമാണ് അൽ മറഖാ ഇലൽ ഖുദ്സിൽ അത്ഖാ, അൽ മറഖാ ഇലൽ ഖുദ്സിൽ അബ്ഖാ, അദ്ദേഹത്തിന്റെ ഇമാം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ മറ്റൊരു കൃതിയാണ്. മറ്റൊന്നാണ് തുഹ്ഫത്തുൽ ഖില്ലാൻ ഫി നസിഹത്തിൽ ഇഖ്വാൻ, മറ്റൊന്നാണ് മിഫ്താഹുൽ ഫലാഹ് വ മിസ്ബാഹുൽ അർവാഹ് ഫി ദിക്രില്ലാഹിൽ കരീമിൽ ഫത്താഹ്. ഏതാണ്ട് ഒരു 13 ഗ്രന്ഥങ്ങളുടെ പേരുകൾ നമ്മൾ പറഞ്ഞു. ഇത് മാത്രമല്ല, ഇനിയും ഒട്ടേറെ ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ കന്നികൃതി, അദ്ദേഹത്തിന്റെ പ്രഥമ ഗ്രന്ഥമായിരുന്നു കിതാബുൽ ഹൈക്കം. ആ കിതാബുൽ ഹൈക്കം തന്നെയാണ് അദ്ദേഹത്തിന് വൈജ്ഞാനിക ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുത്തത്, അദ്ദേഹത്തെ വിശ്വവിശ്രുതനാക്കിയത്. നമ്മൾ പറയാറുണ്ടല്ലോ, ഒട്ടനേകം ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു രചയിതാവിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയാം. ഇമാം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഗ്രന്ഥം കിതാബുൽ ഹൈക്കം തന്നെ, അൽ ഹൈക്കമുൽ അതാഇയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന കിതാബുൽ ഹൈക്കം തന്നെയാണ്. അഥവാ നാം പാഠ്യവിഷയമായി തെരഞ്ഞെടുത്ത ഈ ഗ്രന്ഥം തന്നെയാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ മാസ്റ്റർ പീസായി വൈജ്ഞാനിക ലോകം വിലയിരുത്തുന്നത്. മുസന്നിഫ് തങ്ങളെ കുറിച്ചുള്ള ഈ ലഘുപരിചയത്തിന് ശേഷം നമുക്ക് മുസന്നഫിനെ കുറിച്ചുള്ള ലഘുപരിചയത്തിലേക്ക് നീങ്ങാം. നേരത്തെ പറഞ്ഞല്ലോ, മുസന്നിഫ് എന്ന് പറഞ്ഞ ഗ്രന്ഥ രചയിതാവാണ്, ഓതറാണ്. മുസന്നഫ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥമാണ്, രചിക്കപ്പെട്ടത് എന്നർത്ഥം. മുസന്നഫ് നമ്മുടെ ചർച്ചാ വിഷയം ഇവിടെ ഈ മുസന്നഫ് കിതാബുൽ ഹിക്കമിനെ കുറിച്ചുള്ള ഒരു ലഘുപരിചയം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം, ഫസ്റ്റ് ക്ലാസ് അവസാനിപ്പിക്കാം. സെക്കൻഡ് ക്ലാസ് മുതൽ, അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഹിക്മത്തുകളുടെ പഠനം 1 മുതൽ അങ്ങോട്ട് ഹിക്മത്തുകൾ ഓരോരോ ഹിക്മത്തുകളായി നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ കിതാബുൽ ഹൈക്കമിനെ കുറിച്ചുള്ള ലഘുപരിചയം. കിതാബുൽ ഹൈക്കം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 264 ഹിക്മത്തുകളാണ് ലോകത്തെ ഏറെ പ്രചാരത്തിലിരിക്കുന്ന കിതാബുൽ ഹൈക്കമുകളിലൊക്കെ ഉൾക്കൊള്ളിക്കപ്പെട്ട് കാണുന്നത്. ആ 264-ൽ 4 ബാബുകളായിട്ട്, ഓരോ തരത്തിലും അതിൻ്റെ ഷുറാഹ്, അതിൻ്റെ വ്യാഖ്യാതാക്കൾ അതിനെ പല ഹിസ്മുകളായി, പല അബുവാബുകളായി ഒക്കെ തിരിച്ചിട്ടുണ്ട്, ഓരോ പരിഗണന വെച്ചിട്ട്. ആ ഓരോന്നും എടുത്ത് നമ്മൾ അപഗ്രഥിക്കാൻ നിൽക്കുകയാണെങ്കിൽ അതുമാത്രം നമുക്ക് നീണ്ട മണിക്കൂറുകളോളം ചർച്ചക്കെടുക്കേണ്ട വിഷയമാകും. എല്ലാവർക്കും ഒന്നും അത്ര വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. നമ്മുടെ ഈ ഗ്രൂപ്പുകളിൽ തന്നെ 3 ഗ്രൂപ്പുകളിലായി 2500-ഓളം പഠിതാക്കളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരൊക്കെ പല അഭിരുചിക്കാരും, പല ടേസ്റ്റുള്ളവരും, പല ജീവിതത്തിൻ്റെ പല തുറകളിലുമുള്ള ആളുകളായിരിക്കും. അപ്പം എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളെ ഞാൻ ഈ പഠന പരമ്പരയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിൽ പരാമർശിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ ചെറിയ രൂപത്തിൽ പരിചയം. 4 ബാബുകളായിട്ട് നമുക്ക് ഈ ഗ്രന്ഥത്തെ കാണാൻ കഴിയും. ഒന്നാമത്തെ ബാബിൽ തന്നെ 15 ഹിക്മത്തുകൾ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിഷയം തവക്കുൽ അലല്ലാഹ്. അപ്പോൾ അതുപോലെ അഅ്തിമാദി അലൽ അസ്ബാബ്, അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കുക എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ആദ്യത്തെ 10-15ഓളം ഹിക്മത്തുകൾ. പിന്നെ അതാണ് ഒന്നാമത്തെ ബാബ്. രണ്ടാമത്തെ ബാബ് തസ്കിയത്തുൻ നഫ്സാണ്. അഥവാ നമ്മൾ കിതാബുൽ ഹൈക്കമിൽ പഠിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഇതൊക്കെയാണ് പ്രതിപാദ്യ വിഷയം എന്ന് ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളൊരു അറിവ്, ഒരു മുന്നറിവ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു സാബിഖ് മാരിഫ, അത് വിഷയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ചെറിയൊരു പരിചയം അത് ഉണ്ടാവാൻ വേണ്ടി മാത്രം 1-2 വാക്കുകൾ പറയുന്നു എന്ന് മാത്രം. 2-ാം അധ്യായം തസ്കിയത്തുൻ നഫ്സ് അഥവാ ആത്മാവിനെ സംസ്കരിക്കലാണ്. തസവുഫിന്റെ മെയിൻ വിഷയം തന്നെ അതാണല്ലോ, തസ്കിയത്തുൻ നഫ്സ്, ആത്മസംസ്കരണം. 3-ാമത്തെ ബാബ് അസ്സുലൂഖു വൽ അഖ്ലാഖ് അഥവാ ഒരു സാലിക്, അള്ളാഹുവിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാലിക്, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്ന മാരിഫത്തിൻ്റെ വഴിയിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട അവൻ്റെ ആദാബ് സുലൂഖ്, ഏതെല്ലാം അദബുകൾ, മര്യാദകൾ വേണതിൽ പാലിക്കണം എന്നത്. ഇൻഷാ അല്ലാഹ് അതത് വിഷയങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് ആ കാര്യം വ്യക്തമായി ബോധ്യപ്പെടും. പിന്നെ മറ്റൊരു അവസാനത്തെ ബാബ് മുനാജാത്തുല്ലാഹി തആല, അള്ളാഹുവുമായുള്ള നേർക്കുനേറുള്ള ഒരു മുനാജാത്ത് എന്ന് പറഞ്ഞാൽ അഭിമുഖ സംഭാഷണം എന്നൊക്കെ പറയാവുന്ന, അള്ളാഹുവുമായിട്ട് നേരിട്ടുള്ള ചില സംഭാഷണങ്ങളാണ്, പ്രാർത്ഥന പൂർണ്ണമായ ചില സംഭാഷണങ്ങൾ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ആത്മീയ ലോകത്തെ വളരെ ശ്രദ്ധേയമായ വിഭവങ്ങളാണ് ഇതൊക്കെ. അള്ളാഹുമായുള്ള മുനാജാത്ത് എന്ന് പറഞ്ഞാൽ ഒരടിമ ഏറ്റവും മധുരതരമായി അനുഭവിക്കുന്ന ഒരു അനുഭൂതിയാണ് ആ മുനാജാത്തിൽ ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ഖണ്ഡശ
ഓരോന്നോരോന്നായി എപ്പിസോഡ് ആഫ്റ്റർ എപ്പിസോഡായി ആ ഹിക്മത്തുകൾ പരിചയപ്പെട്ടു തുടങ്ങാം. അള്ളാഹു നമ്മുടെ ഈ പഠനയാത്ര അവൻ അനുഗ്രഹിച്ച ഒരു പുണ്യകർമ്മമായി കബൂലാക്കട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയായി ഇൽമ തേടിയുള്ള, ഈ വിജ്ഞാനം തേടിയുള്ള ഈ തീർത്ഥയാത്ര അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒന്നാമത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വല്ലാഹു വലിയു തൗഫീഖ് വശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.